എല്ലാവർക്കും നമസ്കാരം. ജോഷി ചതിച്ചാശാനെ എന്ന മലയാള സിനിമ ഡയലോഗ് കേട്ടിട്ടില്ലാത്ത മലയാള സിനിമാ പ്രേമികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം, കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം തൻ്റെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് നടൻ മമ്മൂട്ടിയെ തന്നെ കൊണ്ടുവരുമെന്നും അതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ജോഷിയുമായി ചേർന്ന് എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അവസാനം അവിടെ പച്ചക്കുളം വാസു എന്നൊരു ക്യാരക്ടറായിട്ട് കൃഷ്ണൻകുട്ടി നായരെ കൊണ്ടുവരുന്നതാണ് സീൻ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വിഖ്യാത ഡയലോഗാണ് ജോഷി ചതിച്ചാശാനെ, ഈ സിനിമക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇതിൽ ജോഷി ചതിച്ചാശാനെ എന്ന ഡയലോഗാണ് ഇപ്പോൾ പ്രസക്തം. പക്ഷേ ഇതിൻ്റെ സാഹചര്യം അല്പമൊന്ന് മാറിയിട്ടുണ്ട്. ജോഷിയല്ല, അഫ്രീദി ചതിച്ചാശാനെ എന്ന് വേണം പറയാൻ. ഇത് പറയേണ്ടത് മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രമല്ല, മറിച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് ആലുമിനി അസോസിയേഷൻ അഥവാ ക്യൂബ എന്ന സംഘടനയുടെ ഭാരവാഹികളാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ മെയ് മാസം 25 അവർ ദുബായിൽ അവരുടെ ഒരു പരിപാടി നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലുമാണ്. ഈ രണ്ടുപേരും പാകിസ്ഥാനികളാണ്. അതിൽ ഇന്ത്യാവിരുദ്ധ പ്രസ്താവനകൾ ഏറ്റവും കൂടുതലായി പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യം നമ്മുടെ പൗരന്മാരെ കൊന്ന് പാകിസ്ഥാനെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ് എന്നും തീവ്രവാദം നടത്തുന്നത് ഇന്ത്യയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം പറയുന്ന വ്യക്തിയെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് പഠിച്ചിരുന്ന കുറേയധികം ആൾക്കാർ ചേർന്ന് ദുബായിൽ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് വിവാദമായ സമയത്ത് ഇവർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിലവർ പറഞ്ഞിരുന്നത് അഫ്രീദി വന്നിരിക്കുന്നത് അൺസോളിസിറ്റഡ് ആയിട്ടാണ് എന്നാണ്. അഥവാ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടല്ല, ആരും പറയാതെ അദ്ദേഹം ആ ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി വന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ക്രൗഡ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ ഒന്നും തന്നെ അവർക്ക് മനസ്സിലാകാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ അഫ്രീദിയുടെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അഫ്രീദി അവിടെ അൺപ്ലാൻഡായി വന്ന ഗസ്റ്റാണ് എന്ന് സമ്മതിച്ചു എന്ന മട്ടിലാണ്. സത്യത്തിൽ ഖലീജ് ടൈംസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അഫ്രീദി പറഞ്ഞത് അങ്ങനെ തന്നെയാണോ, അതോ അഫ്രീദി ക്ഷണിച്ചിട്ടാണോ അവിടെ വന്നതെന്നാണോ പറഞ്ഞത്? അഫ്രീദി ഈ ക്യൂബ അസോസിയേഷൻകാരെ ചതിച്ചോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തുടർന്ന് കാണുക. നമുക്കറിയാം, ഈ ഒരു വിഷയമുണ്ടായ ശേഷം ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷൻ ഇറക്കിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ആസ് അവർ പ്രോഗ്രാം വാസ് കൺക്ലൂഡിംഗ്, അന്നത്തെ ഞങ്ങളുടെ പരിപാടി അവസാനിക്കുന്ന സമയത്ത് ദീസ് ക്രിക്കറ്റേഴ്സ് മേഡ് ആൻ അൺഅനൗൺസ്ഡ് ആൻഡ് അൺസോളിസിറ്റഡ് അപ്പിയറൻസ് അറ്റ് അവർ ഈവൻറ്റ്. ഇവർ നേരത്തെ പ്രഖ്യാപിക്കാതെ യാതൊരു വിധത്തിലും ഇവരെ ക്ഷണിക്കാതെ ഇവരെവിടെ എത്തിയെന്നാണ്. അൺസോളിസിറ്റഡ് എന്ന വാക്ക് ശ്രദ്ധിക്കുക, പ്രധാനമാണ്. വിച്ച് വാസ് ഹെൽഡ് ഇൻ ദ സെയിം ഓഡിറ്റോറിയം, അതേ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് അവരെത്തിയിരിക്കുന്നത്. വി വുഡ് ലൈക്ക് ടു കാറ്റഗറിക്കലി സ്റ്റേറ്റ്, ഞങ്ങൾ വസ്തുതാപരമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദാറ്റ് നോ മെമ്പർ ഓഫ് അവർ ഓർഗനൈസിംഗ് ടീം, ഞങ്ങളുടെ ഈ പരിപാടിയുടെ സംഘാടകരിൽ ആരും, ഒഫീഷ്യൽസ് ഞങ്ങളുടെ ഔദ്യോഗിക പദവികളിലുള്ള ആരും, ഓർ ആലുമിനി മെമ്പേഴ്സ് ഞങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷനുള്ള ആരും, ഇൻവൈറ്റഡ് ദം നോർ കോർഡിനേറ്റഡ് ദിസ് അപ്പിയറൻസ്, അവരെ ക്ഷണിക്കുകയോ അവരുടെ ഈ വരവിന് വേണ്ടുന്ന രീതിയിലുള്ള ഏകോപനം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓർക്കുക, ഇത് വിവാദമായതിനു ശേഷം സമയമെടുത്ത് ഇവരിതിനെക്കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന വിശദീകരണമാണിത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ ക്ലാരിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുന്ന വിശദീകരണമാണ്. ഇതിൽ 2 വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന അൺസോളിസിറ്റഡ് എന്നുള്ളതാണ്. നമ്മൾ ഒരാളിനെ ക്ഷണിക്കാതെയാണ് അവരെത്തുന്നത് എങ്കിൽ അതിനാണ് അൺസോളിസിറ്റഡ് എന്ന് പറയുന്നത്, അതായത് വിത്തൗട്ട് ആൻ ഇൻവൈറ്റ്. അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഓർഗനൈസിംഗ് ടീമിലോ ഞങ്ങളുടെ ഒഫീഷ്യൽസിലോ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലോ അംഗമായിട്ടുള്ള ആരും ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ വരുന്നതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ശരി, ഇനി ഖലീജ് ടൈംസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ഷാഹിദ് അഫ്രീദി പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. അഫ്രീദി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ലെറ്റ്സ് നോട്ട് പൊളിറ്റിസൈസ് തിങ്സ്. നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് ആവശ്യമില്ല. അഫ്രീദി സെഡ് ഇറ്റ് വാസൻറ്റ് ഈവൻ എ പ്ലാൻഡ് അപ്പിയറൻസ്, അത് ആസൂത്രണം ചെയ്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടതായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്. കാരണം അങ്ങനെ ഒരു ലോങ് ടേം പ്ലാൻ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായും അതിൻ്റെ ഇൻവൈറ്റി ലിസ്റ്റിൽ, ഗസ്റ്റ് ലിസ്റ്റിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകുമായിരുന്നു. അങ്ങനെ അവരുടെ ഈവൻറ്റ് ബ്രോഷറുകളിലൊന്നും തന്നെ അഫ്രീദിയുടെ പേരില്ല, ഉമർ ഗുലിൻ്റെ പേരില്ല. അതുകൊണ്ട് അതിനൊരു ലോങ് ടേം പ്ലാനിങ് ഇല്ല എന്ന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ തന്നെ നമുക്ക് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, ന്യൂസ് 18 ഒരു ചർച്ചയുണ്ടായിരുന്നു. രാഹുൽ ഈശ്വറും ഞാനുമാണ് അതിൽ പങ്കെടുത്തത്. അതിൽ രാഹുൽ ഈശ്വറിനോട് ഞാൻ പറയുന്നുണ്ട്, ക്ഷണിക്കപ്പെടാതെ ഒരു സ്ഥലത്ത് എത്തുന്ന വ്യക്തിയല്ല ഷാഹിദ് അഫ്രീദി. അദ്ദേഹം പാകിസ്ഥാൻ്റെ പഴയ ക്രിക്കറ്റ് താരമാണ്, വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീരെ അറിയപ്പെടാത്ത ക്യൂബ എന്ന സംഘടനയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ
പ്രത്യേകിച്ച് അതൊരു ഇന്ത്യൻ അസോസിയേഷൻ ആകുമ്പോൾ അവിടേക്ക് വന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഒരു താല്പര്യവും പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടാകും. ആ ക്ഷണം 10 ദിവസം മുമ്പ് കിട്ടിയോ 10 മിനിറ്റ് മുമ്പ് കിട്ടിയോ എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. അത് പരിഗണനാ വിഷയമേ അല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ക്ഷണിക്കാതെ അദ്ദേഹം വരില്ല. നേരത്തെ ക്ഷണിച്ചാലും 10 മിനിറ്റ് മുമ്പ് ക്ഷണിച്ചാലും ക്ഷണം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ എത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി അഫ്രീദി തുടർന്ന് ഖലീജ് ടൈംസിനോട് വിശദീകരിക്കുന്നത് നോക്കുക. അഫ്രീദി ഹു ഓൾസോ റൺസ് എ ഫിറ്റ്നസ് സെൻറ്റർ അറ്റ് ദ പാഡ് ഫെസിലിറ്റി, അതായത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്ന് പറയുന്ന ഒരു സമുച്ചയത്തിലാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ക്യുസാറ്റിൽ പഠിച്ചിരുന്ന ബിടെക് വിദ്യാർത്ഥികളുടെ ഈ അസോസിയേഷൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ അവരുടെ പരിപാടി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനി ഓഡിറ്റോറിയം എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ വെച്ചിട്ടാണ്. ആ ഫെസിലിറ്റിയിൽ തന്നെ, ആ കോംപ്ലക്സിൽ തന്നെ ഷാഹിദ് അഫ്രീദിക്ക് ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട് എന്നാണ് ഖലീജ് ടൈംസ് പറയുന്നത്. സെഡ്, അദ്ദേഹം പറഞ്ഞു, അഫ്രീദി പറഞ്ഞു, സം ഇന്ത്യൻ സ്പോട്ടഡ് ഹിം ആൻഡ് ഉമർ ഗുൽ അറ്റ് ദ വെന്യൂ. അതായത് ഷഹീദ് അഫ്രീദിയെയും ഉമർ ഗുലിനെയും ചില ഇന്ത്യക്കാർ ഈ പാഡ് ഫെസിലിറ്റിയിൽ വെച്ച് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഇൻവൈറ്റഡ് ദം ഇൻ, അതിനുശേഷം ഇവരെ ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ക്യൂബ ചേട്ടന്മാർ ഇറക്കിയിരിക്കുന്ന വിശദീകരണത്തിൽ അവർ പറയുന്നത് ഷാഹിദ് അഫ്രീദിയെയോ, അവരുടെ പേര് പോലും പറയുന്നില്ല, എങ്കിലും ഷാഹിദ് അഫ്രീദിയെയോ ഉമർ ഗുലിനെയോ അവർ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അൺസോളിസിറ്റഡ് ആയിട്ട്, അതായത് ക്ഷണമില്ലാതെ അവരെവിടെ എത്തിയെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഓർഗനൈസിംഗ് ടീമിലുള്ള ആരെങ്കിലുമോ, ഞങ്ങളുടെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിലുള്ള ആരെങ്കിലുമോ, ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലുള്ള ആരെങ്കിലുമോ ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അഫ്രീദി പറയുന്നു, സം ഇന്ത്യൻ സ്പോട്ടഡ് ഹിം ആൻഡ് ഉമർ ഗുൽ അറ്റ് ദ വെന്യൂ ആൻഡ് ഇൻവൈറ്റഡ് ദം ഇൻ. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഇന്ത്യക്കാർ അവരെ കാണുകയും അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ദേ വെർ ജസ്റ്റ് എക്സൈറ്റഡ് ടു സീ എസ്, ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് വലിയ ആവേശമായിരുന്നു. വി വെർ ഹാപ്പി ടു മീറ്റ് ദം, അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷം തോന്നി. ആൻഡ് ഷെയർ എ ഫ്യൂ ലൈറ്റ് മൊമെൻറ്റ്സ്, വളരെ സൗഹൃദപരമായിട്ടുള്ള കുറച്ച് സമയം അവരുമായിട്ട് ചെലവഴിച്ചു. ദാറ്റ്സ് ഓൾ ഇറ്റ് വാസ്, അത്ര മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് അഫ്രീദി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യൂബ മുകുന്ദന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മുഴുവനും അഫ്രീദി ഇവിടെ ഖണ്ഡിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. ഇതൊരു അൺപ്ലാൻഡ് ഈവൻറ്റ് എന്ന് അഫ്രീദി പറയുന്നത് നേരത്തെ കൂട്ടി ഈ ക്യൂബ അസോസിയേഷൻ്റെ ആൾക്കാർ അദ്ദേഹത്തെ കണ്ട് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയായിരുന്നില്ല, മറിച്ച് ക്ഷണം ലഭിച്ചിട്ട് തന്നെയാണ് താൻ അവിടെ ചെന്നത് എന്നും ഈ അസോസിയേഷൻകാർ നമ്മളോട് ഇപ്പോൾ പറയുന്നത് പോലെ അഫ്രീദി അവിടെ ഗേറ്റ് ക്രാഷ് ചെയ്യുകയോ അവിടെ ക്ഷണമില്ലാതെ ചെയ്യുകയോ അവിടെ ഇടിച്ചു കയറുകയോ ഒന്നും ആയിരുന്നില്ല എന്നാണ് അഫ്രീദി പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഫ്രീദി ഇപ്പോൾ ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷൻകാരെ ജോഷി ചതിച്ചാശാനെ എന്ന് പറയുമാറ് ചതിച്ചിരിക്കുകയാണ്. കാരണം അവരെല്ലാവരും അഫ്രീദിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് അഫ്രീദിയെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നടപടിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നു, അവരോട് മാപ്പ് പറയുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അവർ പറയുന്നത് അഫ്രീദിയും ഉമർ ഗുല്ലും അവിടെ ക്ഷണിക്കപ്പെടാതെ എത്തിയെന്നും ഞങ്ങളിൽ ആരും തന്നെ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ്. പക്ഷെ നോക്കുക, അഫ്രീദി വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്നെ ക്ഷണിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്ന്. ഇനി ഈ ഖലീജ് ടൈംസ് കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നു, ഫുട്ടേജ് ഫ്രം ദി ഈവൻറ്റ് ഷോയിങ് അഫ്രീദി ബീങ് ചിയേർഡ് ബൈ എ ലാർജ്ലി ഇന്ത്യൻ ക്രൗഡ്, കൂടുതലും ഇന്ത്യക്കാരുള്ള ഒരു ക്രൗഡാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ മാത്രം ഉണ്ടായിരുന്നു ആ ക്രൗഡിൽ എന്നല്ല പറയുന്നത്, ലാർജ്ലി ഇന്ത്യൻ ക്രൗഡ് എന്നാണ് പറയുന്നത്. ഓർക്കുക, പാകിസ്ഥാനിൽ നിന്നുള്ള ജിയോ ന്യൂസ് എന്ന സ്ഥാപനം ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്രൗഡിൽ ഇന്ത്യൻസും പാകിസ്ഥാനികളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതിനെ കൂടി ശരിവെക്കുന്ന തരത്തിലാണ് ഖലീജ് ടൈംസിൻ്റെ റിപ്പോർട്ട്. കാരണം ഈ ക്രൗഡിൽ കൂടുതലും ഇന്ത്യക്കാരായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാം ഇന്ത്യക്കാരായിരുന്നു എന്നല്ല, മറ്റുള്ള നാഷണാലിറ്റിയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കാം എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്വിക്ലി സ്പ്രെഡ് ഓൺ സോഷ്യൽ മീഡിയ ഫ്യൂലിംഗ് ക്രിറ്റിസിസം ഫ്രം സർട്ടൻ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ എമിഡ് ഓൺഗോയിങ് ടെൻഷൻസ് ബിറ്റ്വീൻ ദ ടു നേഷൻസ്. ഇത് ഇന്ത്യയിൽ വളരെ വൈറലായി, വളരെ വിവാദമായി എന്നാണ് ഖലീജ് ടൈംസ് പറയുന്നത്. എന്നിട്ട് അഫ്രീദി കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഈസ് അൺകോൾഡ് ഫോർ, ഐ ഹാവ് ഓൾവേസ് സപ്പോർട്ടഡ് സ്പോർട്സ് ഡിപ്ലോമസി. കായിക നയതന്ത്രം എന്നൊരു കാര്യത്തിലാണ് ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്. കളികൾ അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ എന്നതൊക്കെ തന്നെ രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കേണ്ടതാണ്, അല്ലാതെ അടിപ്പിക്കേണ്ടതല്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതല്ല. ക്യൂബ മുകുന്ദന്മാരെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യക്കാരാണ്, അതല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോഴും ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. ഇന്ത്യൻ പൗരന്മാർ ഷാഹിദ് അഫ്രീദി പറയുന്ന നയതന്ത്രമല്ല കേൾക്കേണ്ടത്, മറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന നയതന്ത്രമാണ്.
നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഒഫീഷ്യലായിട്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ICCയുടെ ഭാരവാഹി, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഭാരവാഹി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, നിങ്ങൾക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാധാരണ ഇന്ത്യൻ പൗരന്മാരാണ്. അവിടെ നിങ്ങൾ പുറത്തു വെച്ച് ആരെയെങ്കിലും കണ്ടിട്ട് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഒരു സെലിബ്രിറ്റി ആണല്ലോ, നമ്മുടെ ചടങ്ങിൽ കൂടി വരുമോ ചേട്ടാ എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന തരത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല ഇത്. മറിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരമായി പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്, കുറ്റമാണ്. അതുകൂടാതെ അതിനെ പിന്നീട് ന്യായീകരിക്കാൻ നിങ്ങൾക്കൊരു അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിൽ നിങ്ങൾ നുണ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വെളിവാകുന്നത്. അതായത് നിങ്ങൾ അൺസോളിസിറ്റഡ് ആയിട്ടാണ് അഫ്രീദി അവിടെ എത്തിയതെന്ന് പറഞ്ഞത് നുണയാണ്. അതേപോലെ നിങ്ങളിൽ ആരും തന്നെ അഫ്രീദിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും നുണയാണ്. കാരണം ഖലീജ് ടൈംസിൻ്റെ ഈ വാർത്തയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യക്കാർ ഞങ്ങളെ അവിടെ വെച്ച് കാണുകയും ഞങ്ങളെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന്. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരുന്ന ഒരു ഇവൻ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ നമുക്കും ആർക്കും തർക്കമില്ല. പക്ഷേ ആ സമയത്ത് അവരെ ക്ഷണിച്ചിട്ടാണ് അവിടെ വന്നത്. അതല്ലാതെ ഇവർ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ക്ഷണിക്കാതെ എത്തിയിരിക്കുന്ന ആൾക്കാരല്ല. ദൃശ്യം സിനിമയിലെ വരുൺ പ്രഭാകരനെ പോലെ അപ്രതീക്ഷിതമായി കടന്നു വന്നിരിക്കുന്ന ഒരു അതിഥിയൊന്നുമല്ല ഷാഹിദ് അഫ്രീദി എന്നുള്ളതാണ് പ്രധാനം. ഇനി ഇവരുടെ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും ഒരു പാക്ക് ഓഫ് സൈക്കിൾ വെച്ചിട്ട് ഒരു സൈക്കിൾ തള്ളിയിടുമ്പോൾ എല്ലാ സൈക്കിളുകളും വീഴുന്നത് പോലെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അതായത് ക്ഷണിച്ചിട്ടാണ് അവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ പിന്നീട് ക്രൗഡിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നിവർ പറയുന്നത് വിശ്വസനീയമല്ല. കാരണം ഇവർ താല്പര്യത്തോടു കൂടി, അഫ്രീദി തന്നെ പറയുന്നുണ്ട് ഇവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്ന്. അങ്ങനെ ആവേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് നമ്മൾ വീഡിയോ ഫുട്ടേജ് കണ്ടതാണ്. അതേപോലെ അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് അഷർ ചെയ്ത് കൊണ്ടുപോയതും ഒക്കെ തന്നെ ഇതേ ആവേശത്തോടു കൂടി തന്നെ ആയിരുന്നുവെന്നും ആ മൈക്കെടുത്ത് സംസാരിച്ച ചേട്ടൻ വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് അഫ്രീദിയെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അഫ്രീദി അവിടെ എത്തിയിരിക്കുന്നത് എന്തോ മഹാഭാഗ്യമാണ് എന്ന രീതിയിലൊക്കെയാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സൗഭാഗ്യത്തിനെയാണ് പിന്നീട് അവിടെ പല ആൾക്കാരും ബൂം ബൂം എന്നൊക്കെ വിളിച്ച് എതിരേറ്റത് എന്നുള്ളത് മറക്കാൻ പാടില്ല. അപ്പോൾ നുണ പറയരുത്, നുണ പറയുന്ന ആൾക്കാരെ തിരിച്ചറിയുക എന്ന് പണ്ട് KPSC ലളിത ചേച്ചിയും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് എനിക്ക് സുഹൃത്തുക്കളായിട്ടുള്ള മലയാളികളോട് പറയാനുള്ളത്. നുണ പറയുന്ന ആൾക്കാരെ തിരിച്ചറിയുക. വലിയ കഷ്ടമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech ആലുമിനി അസോസിയേഷൻ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു വലിയ ആവേശം മൂത്ത് അവിടേക്ക് ക്ഷണിച്ച് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും പങ്കെടുത്തതിന് ശേഷം യാതൊരു വിധത്തിലുള്ള തണ്ടല്ലുറപ്പുമില്ലാതെ ഞങ്ങൾ ക്ഷണിച്ചതല്ല, അയാൾ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരല്ല, നല്ല തൊഴിലിന് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് രാജ്യത്തിനോട് കൂറാകാം. നിങ്ങൾ വിദ്യ കൊണ്ട് എന്താണോ നേടിയിരിക്കുന്നത് അത് കൃത്യമായി പ്രദർശിപ്പിക്കുകയും ആകാം. നല്ലൊരു കള്ളം പോലും പറയാൻ നിനക്കൊന്നും അറിയത്തില്ലല്ലോടെ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നല്ല ഒന്നാന്തരമായിട്ട് പൊട്ടിപ്പോകുന്ന, തൊട്ടാൽ പൊട്ടുന്ന കള്ളമാണ് നിങ്ങളീ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്രീദി നിങ്ങളെ ചതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അഫ്രീദി ഞങ്ങളെ ചതിച്ച ആശാനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മേലാൽ ഇമാതിരി പേക്കൂത്തുകളുമായിട്ട് നിങ്ങൾ പോകരുത് എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.